ഒരു മലപ്പുറക്കാരൻ എന്നുള്ള നിലയിൽ സ്വന്തം നാടിനെ കുറിച്ച് ഭയങ്കര അഭിമാനമുള്ള ഒരാളാണ്. പക്ഷെ നാടിൻ്റെ വില കളയാൻ കുറേ എണ്ണങ്ങളുണ്ടാവും. ആ കൂട്ടത്തിൽപ്പെട്ട ഒരുത്തൻ്റെ വീഡിയോ ചെയ്യണമല്ലോ എന്നാലോചിക്കുമ്പോൾ ഭയങ്കര ഒരു ദേഷ്യം വരുന്നുണ്ട്. ഓക്കെ, ഒരു കുട്ടിയുടെ മരണവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ന്യൂസുകൾ മലപ്പുറത്ത് നിങ്ങൾ കണ്ടു കാണും. ഒരു കരാട്ടെ മാസ്റ്ററിനെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. മലപ്പുറം വാഴക്കാട് ചാലിയാറിൽ 17 വയസ്സുകാരുടെ മരണത്തിൽ കരാട്ടെ അധ്യാപകൻ പോലീസ് കസ്റ്റഡിയിൽ. കുടുംബത്തിന്റെ പരാതിയിൽ കരാട്ടെ അധ്യാപകൻ സിദ്ദിഖിനെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ഇയാൾക്കെതിരെ ഗുരുതര ആരോപണങ്ങളാണ് കുടുംബം ഉന്നയിച്ചത്. ഇന്നലെ വൈകിട്ടാണ് കുട്ടിയെ ചാലിയാറിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. 17 വയസ്സുകാരിയാണ് മരിച്ചിട്ടുള്ളത്. 8ാം ക്ലാസ് പഠിക്കുന്ന കുട്ടിയെ, ഇപ്പം ആ കുട്ടി +1-ലാണ്. 8ാം ക്ലാസ് പഠിക്കുമ്പോൾ ആ കുട്ടിയെ കരാട്ടെ ക്ലാസ്സിൽ ചേർത്തു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. 3 വർഷം ഈ കരാട്ടെ മാസ്റ്റർ ആ കുട്ടിയെ ഉപദ്രവിച്ചിട്ടുണ്ട്. ഈ കഴിഞ്ഞ കൊല്ലം സെപ്റ്റംബറിൽ ആ കുട്ടി വീട്ടുകാരോടും സ്കൂളിൽ വന്ന CWC ഉദ്യോഗസ്ഥരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവരതടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ അറിയിച്ചിട്ടും പ്രത്യേകിച്ച് വലിയ ഒരു നീക്കമൊന്നും ഉണ്ടായില്ല. ആൻഡ് ഈ പറയുന്ന കരാട്ടെ അധ്യാപകൻ, ഈ ഫോട്ടോ കാണുന്ന ഈ വ്യക്തി, ഇയാൾക്കെതിരെ ഇതിനു മുമ്പും പോക്സോ കേസ് ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ പത്ര കട്ടിങ് ഞാനിവിടെ വെക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനൊരു ട്രാക്ക് റെക്കോർഡുള്ള ഒരാളെ കുറിച്ചിട്ട് ഒരു കുട്ടി CWCക്കാരോട് പറയുമ്പോൾ അവരതൊരു കുറച്ചും കൂടി സ്ട്രോങ് ആയിട്ട് പോലീസുകാരുടെ മുന്നിൽ പ്രസൻറ്റ് ചെയ്യണം. പോലീസുകാർ കുറച്ചും കൂടി സ്ട്രോങ് ആയിട്ട് അത് കേസാക്കി മുന്നോട്ട് പോകണം. അപ്പോൾ ഈ കുട്ടി മരിച്ചതിന് ശേഷം ഇതൊക്കെ ഡിസ്കസ് ചെയ്യുന്നു. ഇവരുടെ തന്നെ നാട്ടിൽ നിന്ന് ഈ വ്യക്തിയെ കുറിച്ചിട്ട് എനിക്ക് വരാത്ത മെസ്സേജുകളില്ല. ഞാൻ നാളെ രാവിലെ ഒരു വീഡിയോ ചെയ്യുമ്പോൾ അതിന് ഞാനതൊക്കെ വയ്ക്കാം. എനിക്ക് ഒരുപാട് പേര് ഈ വ്യക്തിയെ കുറിച്ചിട്ട് ഒരുപാട് കാര്യങ്ങൾ അയച്ചു തരുന്നുണ്ട്. ആ നാട്ടിൽ എങ്ങനെ ഇയാൾ ഇങ്ങനൊരു സ്ഥാപനമായിട്ട് ഇത്ര പേരുടെ ജീവിതത്തിൽ ഇങ്ങനൊരു ഇൻവോൾവ്മെൻറ്റ് നടത്തിയ ഒരുത്തൻ ഇങ്ങനൊരു മലപ്പുറത്ത് എങ്ങനെടാ ഇയാൾ മുന്നോട്ട് പോയി എന്നുള്ളതാണ് എനിക്ക് അറിയാത്തത്. ഇപ്പം പിന്നെ ഇനിയിപ്പോൾ നാട്ടുകാർ അയാളെ ബോർഡ് തച്ച് പൊട്ടിച്ചിട്ടും സ്ഥാപനം തച്ച് പൊട്ടിച്ചിട്ടും കാര്യമൊന്നുമില്ല. നാട്ടിൽ ചെയ്യേണ്ടത് ഇതിന് മുമ്പേ ചെയ്യേണ്ടതായിരുന്നു. കാരണം അതിന് മാത്രം ആളുകൾ ഇയാളുടെ ഈ വല്ലാത്ത മറ്റേ പരിപാടി അനുഭവിച്ചിട്ടുണ്ട്. അതിൽ ആൺകുട്ടിയുണ്ട് പെൺകുട്ടിയുണ്ട് എന്നൊക്കെയാണ് അറിയാൻ കഴിഞ്ഞത്. എന്താണെങ്കിലും ഈ കുട്ടിയുടെ സിസ്റ്റർ ന്യൂസിൽ കൊടുത്ത കുറച്ച് കാര്യം, ന്യൂസിൽ വന്ന സമയത്ത് അവർ കൊടുത്ത കുറച്ച് കാര്യങ്ങൾ, അവരുടെ ഭാഗം ഒന്ന് നോക്കാം. ഈ പറയുന്ന ഇൻസിഡന്റ്, ഇവളെ ഇത്രയും പിടിച്ചു കുലുക്കിയ ഇൻസിഡന്റ് നടക്കുന്നത് സെപ്റ്റംബർ 15-ാം തീയതിയാണ്. സെപ്റ്റംബർ 15-ാം തീയതി സാറിനെ കാണാൻ പോയപ്പോൾ സാർ അവളെ ശാരീരികമായി പീഡിപ്പിക്കുകയായിരുന്നു. പക്ഷെ ആ ഇൻസിഡന്റ് നടന്നു കഴിഞ്ഞിട്ട് കുട്ടി വളരെയധികം വിഷമത്തിലായിരുന്നു. അപ്പോഴാണ് പിന്നീട് ഞങ്ങൾ അറിഞ്ഞത് സാറ് ഈ 3 വർഷത്തോളം കാലമായിട്ട് ഇവളെ ശാരീരികമായി പീഡിപ്പിക്കുന്നുണ്ട്. ഇവളെ മാത്രമല്ല, കരാത്തെ ക്ലാസ്സിലുള്ള മുഴുവൻ കുട്ടികളെയും ഇവരെ അറിയാതെ മാനിപ്പുലേറ്റ് ചെയ്തുകൊണ്ട് കരാത്തയുടെ അഭ്യാസങ്ങളാണെന്ന് വിശ്വസിപ്പിച്ചുകൊണ്ട് ഇവിടെ നടന്നത് ആഭാസങ്ങളായിരുന്നു എന്നുള്ളത്. ആ നാട്ടിൽ ഒരുപാട് പേര് ഇയാളുടെ അടുത്ത് കരാത്തെ പഠിക്കാൻ പോയിട്ടുണ്ട്. എങ്ങനെയാണ് ഒരു പാരന്റ് ഒരു കുട്ടിയെ കരാട്ടെ പഠിക്കാൻ വേണ്ടി പറഞ്ഞേക്കുക? എന്തിനു വേണ്ടിയിട്ടാണ്? സെൽഫ് ഡിഫെൻസിന് വേണ്ടിയിട്ട്. നമ്മളെ ദേഹത്തേക്ക് വരുന്ന അടി തടയാൻ വേണ്ടി സെൽഫ് ഡിഫെൻസിന് വേണ്ടിയിട്ടാണ് ആണാണെങ്കിലും പെണ്ണാണെങ്കിലും ഒക്കെ കരാട്ടെ പഠിക്കാൻ പോകുന്നത്. ആ സ്ഥാപനത്തിൽ നിന്ന് തന്നെ കരാട്ടെ പഠിപ്പിക്കുന്ന വ്യക്തി മുതലെടുപ്പ് നടത്തി കഴിഞ്ഞാൽ ഇനി ലോകത്തിൽ ആരെ വിശ്വസിക്കും? അങ്ങനെ ചോദ്യം മുന്നിൽ വന്ന് നിൽക്കില്ലേ? ഈ പഠിക്കാൻ വരുന്ന കരാത്തെ പഠിക്കാൻ വരുന്ന കുട്ടികളുടെ മുന്നിൽ ഒരു ദൈവീക ഫിഗറായിട്ട് ഇയാൾ മാറിയിരുന്നു. അത്ര അയാൾ തൊട്ടാലും അയാൾ എന്ത് ചെയ്താലും അയാൾ കരാട്ടെ പഠിപ്പിക്കുമ്പോൾ തൊടുമ്പോഴും പിടിക്കുമ്പോൾ ഒക്കെ ഒരു ഗുരുവിൻ്റെ തൊടലും പിടിക്കലുമായിട്ട് അത് കുട്ടികൾ തിരിച്ചറിയണം. അല്ലെങ്കിൽ അത് അങ്ങനെയാണ് എന്നുള്ള രീതിയിൽ കുട്ടികളിലേക്ക് ഇയാളൊരു ഭയങ്കര ഗുരുദൈവം എന്നുള്ള രീതിയിലൊക്കെയായിരുന്നു അത്ര കുട്ടികളുടെ മുന്നിൽ പ്രസന്റ് ആയിട്ടുണ്ടായിരുന്നത്. പിന്നീട് ഞങ്ങൾ അന്വേഷിച്ചപ്പോഴാണ് ഇയാൾക്കെതിരെ 2 പോസ്കോ കേസ് ഉണ്ട് എന്നുള്ളതും. പക്ഷെ എന്നാൽ ഈ സാറ് ഈ കുട്ടികൾ അവിടെ പോകുമ്പോൾ തന്നെ ഇവരോട് പറയുന്നത് ജോയിൻ ചെയ്യുമ്പോൾ അത്രയും ആവേശത്തിൽ, ചെറിയ മക്കളാണ് അവിടെ ജോയിൻ ചെയ്യുന്നത്. ഇവളിപ്പോ കയറുന്നതും 8ാം ക്ലാസ്സിലോ 9ാം ക്ലാസ്സിലോ ആണ്. ഇതൊരു ഗ്രാമപ്രദേശമാണ്. ഇവിടെയുള്ള ആൾക്കാർ അങ്ങനെയാണ്. ഇവൾ ജോയിൻ ചെയ്യുമ്പോൾ ഫസ്റ്റ് സാറ് പറയുന്നത് ഞാൻ നിങ്ങളുടെ ദൈവമാണ്, ഞാൻ ഗുരുവാണ്, ഞാൻ നിങ്ങളുടെ ഗുരുവാണ്. ഗുരുവിന്റെ തൃപ്തിക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ മനസ്സും ശരീരവും ഗുരുവിനുള്ളതാണ്. നിങ്ങളുടെ നെഞ്ചത്ത് കൈവച്ചാലാണ് ഗുരുവിന് നിങ്ങളെ അറിയാൻ പറ്റും.
എന്നുള്ള രീതിയിൽ ടോട്ടലി സാറ് പറയുന്നത് ഗുരുവിനെ നിങ്ങൾ സമർപ്പിക്കണം, ഗുരുവിലൂടെ മാത്രമേ നിങ്ങൾക്ക് വിജയം ഉണ്ടാവുള്ളൂ. അപ്പം സാർ ഇങ്ങനെ തന്നെ ചോദിക്കും കുട്ടികളോട്, അപ്പൊ നിങ്ങളിനി ആരുടേതാണ്? അപ്പൊ ഇങ്ങനെ പറയുമ്പോൾ എല്ലാവരും പറയുന്നത് മാഷിടേതാണ്. കാരണം സീനിയേഴ്സ് ആയിട്ടുള്ള കുട്ടികൾ അങ്ങനെ പറഞ്ഞിട്ടാണ് ഇവർ കേട്ടത്. പിന്നെ സാറെ കുറിച്ച് ഉണ്ടാക്കി വെച്ചൊരു ഇമേജ് എന്ന് പറഞ്ഞാൽ സാർ അത്രയും നല്ലൊരു വ്യക്തിയാണെന്നും സാറ് ചെയ്യുന്നതെല്ലാം ഇവരുടെ ഗുണത്തിന് വേണ്ടിയുള്ളതാണെന്നും സാർ ഒരു രീതിയിലും ഇവരെ മോശമായിട്ട് ടച്ച് ചെയ്യുന്നില്ല എന്നുള്ളത് പോലും ടച്ച് ചെയ്യുമ്പോൾ പോലും പറഞ്ഞ് ഇവരെ വിശ്വസിപ്പിച്ചിരുന്നു. ഒരു ഗതികേട് നിങ്ങൾ ആലോചിച്ചു. അതായത് കൊച്ചു കുട്ടികളെ പറഞ്ഞ് മാനിപ്പുലേറ്റ് ചെയ്ത് അവരെ മനസ്സിലേക്ക് ഇയാൾ തൊടുന്നതും പിടിക്കുന്നതും ഒക്കെ ഇങ്ങനെയാണ്. ഇയാളെ സംസാരം നിങ്ങൾ കേൾക്കണം. സംസാരം കേട്ടോ അവൻ്റെ. ഏറ്റവും വലിയ ശരി ഏതാണെന്നറിയോ? സ്വന്തം തെറ്റ് മനസ്സിലാക്കി തിരുത്തുക എന്നുള്ളതാണ്. പടച്ചവന് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം കൂടിയാണത്. തെറ്റ് തിരുത്താം, പക്ഷെ തെറ്റിദ്ധാരണ തിരുത്താനാണ് പ്രയാസം. തെറ്റ് മനസ്സിലാക്കി തിരുത്താനും ഖേദിച്ചു മടങ്ങാനും അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. ജുമാ മുബാറക്. എങ്ങനെയുണ്ട് ആ ലൈൻ? എങ്ങനെയുണ്ട്? ജുമാ മുബാറക്ക് കൊടുക്കുമ്പോൾ ചിരിയും തെറ്റ് തിരുത്തലും. എൻ്റെ പൊന്നു, ഇങ്ങനെ പറയുന്നവന്മാരെ ഒക്കെ ഒന്ന് നോട്ട് ചെയ്യണം. അങ്ങനത്തെ ഞാൻ പറയണില്ല. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഒരുപാട് പേര് എനിക്ക് ഇയാളുടെ കുറേ കാര്യങ്ങൾ അയച്ചു തരുന്നുണ്ട്. അപ്പോൾ ആ കൂട്ടത്തിലാണ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ്. ഐസ ഇഷ്മ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലേഡി ഇട്ട പോസ്റ്റാണ്. അവർ ലൈവ് ഇട്ടതാണ്. 2 വർഷം മുമ്പ് മുൻകരുതൽ എടുത്തോട്ടെ എന്ന് കരുതി മുന്നറിയിപ്പ് കൊടുത്തതാണ്. പക്ഷേ വാഴക്കാട് ഒരു പെൺകുട്ടി ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കരാട്ടെ പഠിപ്പിക്കുന്ന ക്രിമിനൽ സിദ്ദിഖ് അലിക്കെതിരെ പരാതി കൊടുക്കാനിരിക്കെയാണ് ചിലത് പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട് അവരുടെ ആ ലൈവ് ഒന്ന് കാണാം. കാരണം ഇവർ കൃത്യമായിട്ട് പറയുന്നത് 2 വർഷം മുമ്പ് ഈ വ്യക്തി എന്താണെന്നും എങ്ങനെയുള്ളവനാണെന്നും അവിടെ കരാട്ടെ ക്ലാസ്സിൽ എന്ത് നടക്കുന്നു എന്നുള്ളതും ഇവർ നാട്ടുകാരോട് പറഞ്ഞതാണെന്ന് അവർ പറയുന്നത്. അവിടുത്തെ രാഷ്ട്രീയക്കാരോട് പറഞ്ഞു എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ഇങ്ങനൊരു വ്യക്തിയെ നാട്ടിൽ വളർത്തിയതിൽ കൃത്യമായ പങ്ക് ആ നാട്ടുകാർക്കും ഇല്ലേ? ആ നാട്ടിൽ ഇങ്ങനെ ഒരാൾ, ഇത്ര കേസിൽ ഓൾറെഡി ഒരു ട്രാക്ക് റെക്കോർഡുള്ള ഒരാൾ, ഇയാളൊരു ക്രിമിനൽ അല്ലേ? ഇയാളെ നിങ്ങളെ ഇടയിൽ വളരാൻ വിട്ടത് നിങ്ങൾ തന്നെയല്ലേ? അത്യന്തം ദുഃഖകരമായൊരു വാർത്ത പങ്കുവെക്കാനാണ് ഞാൻ ഈ ലൈവിൽ വന്നത്. ഈ ഒരു വാർത്ത ഒരിക്കലും പങ്കുവെക്കാൻ അവസരം ഉണ്ടാവാതിരിക്കാനാണ് ഞാൻ 2 വർഷം മുമ്പ് 2021 ഡിസംബറിൽ ഈ സമൂഹത്തോട് ഞാൻ പറഞ്ഞതാണ്. വാഴക്കാട് ആ ഒരു കരാട്ടെ അധ്യാപകൻ സിദ്ദീഖ് അലി എന്നുള്ള അയാളുടെ അടുത്ത് പക്ക ക്രിമിനലാണ്. അവിടെ കരാട്ടെ പഠിക്കാൻ മക്കളെ പറഞ്ഞയക്കരുതെന്ന്. വ്യക്തിപരമായി ഞാൻ എൻ്റെ മകളെ അവിടെ പഠിപ്പിക്കാൻ ചേർത്തൊരു ഉമ്മയാണ്. പക്ഷെ എല്ലാവരും അവിടെ പറഞ്ഞയച്ചിട്ട് വരുമ്പം ഞാൻ അവിടെ കരാട്ടെ ക്ലാസ് കഴിയുന്നത് വരെ അവിടെ കുട്ടികളുടെ കൂടെ അല്ലെങ്കിൽ പുറത്ത് വെയിറ്റ് ചെയ്യുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ ആ അധ്യാപകനെ ആളെ പറയാൻ പറ്റില്ല. പക്ക ക്രിമിനലും അവിടുത്തെ സ്റ്റുഡൻസും തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ കണ്ടതെന്ന് തന്നെ എനിക്ക് വ്യക്തമായിരുന്നു. സാധാരണ ഒരു അധ്യാപകൻ വിദ്യാർത്ഥി ബന്ധമല്ല അവിടെ ഉള്ളത്. എനിക്ക് ഫീൽ ചെയ്തിരുന്നു ഒരു മാസ്മരിക വലയം അയാൾക്കിടയിൽ ഉണ്ടാക്കുന്നുണ്ട് എന്ന്. അതൊരു പ്രത്യേക ഫീലിങ്. 2 ദിവസം ക്ലാസ്സിന് പോയി 3-ാമത്തെ ദിവസം ലീവ് എടുക്കേണ്ടി വന്നപ്പോൾ മോള് ലീവ് എടുക്കരുതെന്ന് മാഷ് പറഞ്ഞാണ്. ഒരു പ്രത്യേക അയാൾക്കൊരു ദൈവിക പരിവേഷം കുട്ടികൾ കൽപ്പിച്ചു കൊടുക്കുന്ന മാതിരി മോളുടെ പോലും സംസാരത്തിലായപ്പം എനിക്ക് ഒന്നാമത് അത് ഒറ്റയടിക്ക് ഫീൽ അടിച്ചു. മരണപ്പെട്ട കുട്ടിയുടെ സഹോദരി പറയുന്നത് ഞാൻ എന്താണോ ആ 2-3 ദിവസങ്ങളിൽ അവിടെ ഒരു 5 ക്ലാസ്സോളം പോയിട്ടുണ്ട് എന്നാണ് എൻ്റെ ഓർമ്മയിൽ. അവിടെ നിന്ന് അനുഭവിച്ച അത് തന്നെ ആ കുട്ടി പറയുമ്പോൾ ഇങ്ങനെ ഒരവസ്ഥ ഇല്ലാതിരിക്കാനാണ് ഞാൻ 2 വർഷം മുന്നേ ഈ സമൂഹത്തോട് പറഞ്ഞത് അവിടേക്ക് ക്ലാസ് പറഞ്ഞയക്കരുത് എന്ന്. ലാസ്റ്റ് ആളുകൾക്ക് ഇപ്പം ബോധം വരാൻ ആ നാട്ടുകാരോട് ഞാൻ അന്ന് അറിയുന്നവരോട് മുഴുവൻ വിളിച്ച് പറഞ്ഞാണ്, രാഷ്ട്രീയക്കാരോട് വിളിച്ച് പറഞ്ഞതാണ്. ഒരു നാട്ടില് ഓൾറെഡി ഇവരൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കേട്ടിട്ടും ഒരു രീതിയിലും
അതിലൊരു ആക്ഷൻ എടുക്കാതെ ഇരുന്ന നാട്ടുകാർ ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്നുള്ള ചോദ്യമാണ്. പോലീസ് എന്താണെങ്കിലും കൃത്യമായിട്ട് അന്വേഷിക്കണം. കാരണം ഈ കുട്ടിയുടെ ബോഡി കിട്ടിയ സ്ഥലത്ത് ഏകദേശം ഇങ്ങനെ എണീച്ച് ഇരുന്ന് കഴിഞ്ഞാൽ അടക്കം മുങ്ങിപ്പോവാത്ത രീതിയിൽ അത്ര വെള്ളമേ ഉള്ളൂ, മുട്ടിന് താഴെ വെള്ളമുള്ളൂ. ഒരുപാട് ദുരൂഹതകളുണ്ട്. ഓക്കെ, ഡ്രസ്സ് അടക്കം പല കാര്യങ്ങളിലും ദുരൂഹത ഉണ്ട്. പിന്നെ വേറൊരാളുടെ ഒരു മൊഴിയുണ്ട്. രണ്ടുപേരുമായിട്ട് ബന്ധപ്പെട്ട് എന്താ പറഞ്ഞാൽ ഈ മെനിയാന്ന് ഈ മൃതശരീരം കാണുന്നതിന് മുമ്പ് ഒരു സുമാർ ഒരു 5-5:30 സമയത്ത് രണ്ടാൾ ബൈക്ക് നിർത്തിയിട്ട് ഇങ്ങോട്ട് നടന്നു പോയി. അപ്പോൾ കുറേ കഴിഞ്ഞ് അതിൽ ഒരു ദുരൂഹത തോന്നാൻ കാരണം ഒരാൾ ഹെൽമെറ്റ് വെച്ചിരുന്നു. നടന്നിങ്ങോട്ട് വരുമ്പോൾ ഹെൽമെറ്റ് വെച്ചിട്ട് ആ ആളെന്നെ ഹെൽമെറ്റ് വെച്ചുകൊണ്ട് അങ്ങോട്ട് പോയതായിട്ടാണ് വീട്ടുകാർ പറയുന്നത്. വീട്ടുകാർ കണ്ടിട്ടുണ്ട് ഈ രണ്ടാളെ. നമ്മൾ കുറച്ചപ്പുറത്ത് നമ്മളൊരു മില്ലുണ്ട്, അവിടെ നിർത്തിയിട്ട് അവർ നടന്നു പോയതുകൊണ്ടാണ്. ഇതിന് പ്രത്യേക ഒരു ദുരൂഹത എപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഇതിന് മുമ്പ് നടന്നതിനോണ്ട് ആ രണ്ടാൾ എന്തിനു വന്ന് എന്നുള്ള ഒരു ദുരൂഹത ഇപ്പോഴും നിലനിൽക്കുന്നൊരു കാര്യമാണ്. ഈ പോലീസിനോട് പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ പിന്നെ രണ്ടാൾ പോയ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇതിപ്പോൾ നമുക്ക് പെട്ടെന്ന് ഈ ആളെ എൻ്റെ വൈഫ് പറഞ്ഞ് നിങ്ങൾ ഈ ആളെ ഫോട്ടോ കൊണ്ടുവന്ന് കാണിച്ചു തരാണെങ്കിൽ എനിക്കറിയാം, ഇയാളെ തിരിച്ചറിയാൻ പറ്റും. അപ്പോൾ ഇനി ഇതിൻ്റെ പിന്നെ എല്ലാ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയല്ലോ. അപ്പോൾ ഇതിനിതൊക്കെ കിട്ടുമ്പോൾ നമുക്ക് അതിനോടനുബന്ധിച്ച് എന്തെങ്കിലും വേണമെന്ന് ആ സമയത്ത് നമ്മൾ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുടെ മുമ്പിൽ നമ്മൾ കൊടുക്കും. ഒരുപാട് ദുരൂഹതകളുണ്ട്. ഓക്കെ, ഈ കുട്ടി മരിക്കുന്നതിന് മുമ്പ് ഏകദേശം ആ ഒരു ചുറ്റുവട്ടത്ത് ബൈക്കിൽ വന്ന ഒരു വ്യക്തിയോടോ 2 വ്യക്തികളോടോ സംസാരിക്കുന്നതും കയർക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ കണ്ടവരും ആ നാട്ടിൽ തന്നെ ഉണ്ട്. ഈ മരിച്ച കുട്ടിയുടെ സഹോദരി ഈ കരാട്ടെ സെന്ററിൽ ചോദിക്കാൻ ചെന്നിട്ടുണ്ടായിരുന്നു. ഞാൻ പോയിരുന്നത് അവിടെ ക്ലാസ് നടക്കുന്ന സമയത്തായിരുന്നു. ക്ലാസ് നടക്കുന്ന സമയത്ത് പോകണമെന്ന് വിചാരിച്ച് തന്നെയാണ് പോയത്. കാരണം കുട്ടികളോടും കൂടി ഇത് പറയണമായിരുന്നു. ഞങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു. കാരണം ഞങ്ങളുടെ കുട്ടി അത്രയേറെ പേടിച്ചിരുന്നു. ഞങ്ങളും എന്ത് ചെയ്യണം ഇങ്ങനെ ഒരു വ്യക്തിയെന്ന് അറിയാത്തൊരു ഘട്ടത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പം ഞാൻ അവിടെ പോയപ്പം സാറിനെ കാണുന്നു. സാറ് വളരെ സ്വാഭാവികമായി ഞങ്ങളോട് സംസാരിക്കുന്നത് പോലെ അഭിനയിക്കുന്നു. അതായത് വളരെ സ്വാഭാവികമായിട്ട് എന്നിട്ട് ഓ നീ വന്നോ ഇങ്ങനെ വളരെ ലാഘവത്തോടെ ഇതിനെ കാണുക. അപ്പം ഞാൻ സാറിനോട് സംസാരിക്കണം എന്ന് പറയുന്നു. അപ്പോൾ സാറ് പറയും ഓക്കെ, ആ ഒരു റേഞ്ചിൽ സാറ് സംസാരിച്ച് തുടങ്ങുന്നു. പിന്നീട് സാർ ഇങ്ങനെ ഒരു വിഷയം സാറിന് പക്ഷെ അറിയാമായിരുന്നു ഞാൻ ഈ വിഷയമാണ് പറയുന്നത്. സാർ എന്നോട് പറഞ്ഞിട്ടുണ്ട് നമുക്ക് അവിടെ പോയി സംസാരിക്കാം. ഞാൻ പറഞ്ഞില്ല, എനിക്ക് അവിടെ പോയിട്ട് സംസാരിക്കണം, എനിക്ക് ഇവിടുന്ന് സംസാരിക്കണം, എനിക്ക് കുട്ടികളുടെ മുമ്പിൽ നിന്ന് സംസാരിക്കണമായിരുന്നു. ഞാൻ കുട്ടികളുടെ മുമ്പിൽ ചോദിച്ചു, സാർ എന്ത് തെമ്മാടിത്തമാണ് എൻ്റെ അനിയത്തിയോട് കാണിച്ചത്? 15 ദിവസം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഇവിടെ ഒരു പരിപാടി നടന്നപ്പം അദ്ദേഹത്തെ ക്ഷണിച്ച് ഭക്ഷണം കഴിച്ച് പോയ വ്യക്തിയാണ്. അത്രയേറെ ഞങ്ങൾ വിശ്വസിച്ച വ്യക്തിയാണ്, എൻ്റെ അനിയത്തി വിശ്വസിച്ച വ്യക്തിയാണ്. ഇത്രയും ഒരു വർഷങ്ങളോളം നീണ്ടെങ്കിൽ പോലും ഇങ്ങനെ ഒരു ഇൻസിഡന്റും കൂടിയാണ് ചെയ്യുന്നത്. ഇതാണ് വിശ്വാസം, അത് മുതലെടുക്കുന്നവർ ഭയങ്കരമാണ്. അത് നമുക്ക് തിരിച്ചറിയാൻ ഭയങ്കര പാടാണ്. വിശ്വസിച്ച് നമ്മളെ പറ്റിക്കും ചിലർ. സോ ഇതിൽ ഫർദർ ഇൻവെസ്റ്റിഗേഷൻ എന്താണെങ്കിലും ക്ലിയർ ആയിട്ട് നടക്കണം. ദുരൂഹതകളെല്ലാം മാറ്റണം. ഇയാളുടെ ഇൻവോൾവ്മെൻറ്റ് എന്താണെന്നുള്ളത് കൃത്യമായിട്ട് പോലീസ് തെളിയിക്കണം. നാളെ ഇയാളെക്കുറിച്ച് ഉള്ള കുറേ നാട്ടുകാർ പറയുന്ന കാര്യങ്ങൾ കുറച്ചധികം ഉണ്ട്. അതും കൂടി ആകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഇയാൾ എങ്ങനെ ഇത്രയും വലിയൊരു ക്രിമിനൽ എങ്ങനെയുടെ ആ നാട്ടിൽ ഇത്ര കാലം ഒരു സ്ഥാപനം, അതൊരു കരാട്ടെ സ്ഥാപനമൊക്കെ നടത്തിക്കൊണ്ടുവന്നു എന്നുള്ളതിന് സത്യം പറഞ്ഞാൽ ഞെട്ടലാണ്.